إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ഫുർഖാൻ 23-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. അവിശ്വാസികളെ ആൾക്കാർ ഈ ദുനിയാവിൽ വെച്ച് പ്രവർത്തിച്ച അവരുടെ സൽക്കർമ്മങ്ങൾ, നേരായ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമോ ഇല്ലേ എന്നുള്ളൊരു ചോദ്യം സാധാരണ ഉയർന്നു വരാറുണ്ട്. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൂടി നൽകുന്നത്. നോക്കൂ നിങ്ങൾ, അവരുടെ ആ നല്ല പ്രവർത്തനങ്ങൾ നോക്കൂ. അവർ ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാകാം, പാവങ്ങളെ സഹായിച്ചിട്ടുണ്ടാവാം, അതുപോലെ കുടുംബ ബന്ധങ്ങൾ ചേർത്തിട്ടുണ്ടാകാം. അതിനൊക്കെയുമുള്ള പ്രതിഫലം ആ ഐഹികമായ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ ലഭിക്കുമെന്നല്ലാതെ ഒരിക്കലും അതിനാഖിറത്തിൽ പ്രതിഫലം ലഭിക്കില്ല. കാരണം അവർ അവിശ്വാസികളാണ്. അള്ളാഹുവിനെ കൊണ്ട് അവിശ്വസിച്ചു, മലായിക്കത്തുകളെ കൊണ്ടും റസൂലുമാരെ കൊണ്ടും കിതാബുകളെ കൊണ്ടും യൗമൽ ആഖിർ അന്ത്യനാൾ കൊണ്ടും അവർ അവിശ്വസിച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഖലാ ഖദർ കൊണ്ട് അവിശ്വസിച്ചിരിക്കുകയാണ്. ഈ രൂപത്തിലുള്ള മുഴുവൻ അവിശ്വാസങ്ങളും രേഖപ്പെടുത്തിയത് കൊണ്ട് അവരൊരു തരത്തിലുള്ള വളരെയധികം അലസമായ ജീവിതം നയിച്ചതുകൊണ്ട് അവരുടെ അവസ്ഥ എന്താണ് അല്ലാഹു വിശദീകരിക്കുകയാണ്. നാം മുന്നിടുന്നതാണ്, നാം മുന്നിടും എന്ന് അല്ലാഹു പറയുകയാണ്. അവർ പ്രവൃത്തിയായി പ്രവർത്തിച്ച അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് നാം മുന്നിടുന്നതാണെന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങളും അവർ പ്രവർത്തിച്ചിട്ടുണ്ടാകും. അത്തരം പ്രവർത്തനങ്ങൾ, അത് മാത്രമല്ല ദുഷ്പ്രവർത്തനങ്ങളും അവർ പ്രവർത്തിച്ചിട്ടുണ്ടാകും. അവരുടെ ആ പ്രവർത്തനങ്ങളൊക്കെയും കൊണ്ട് ശിർക്കിന്റെയും കുഫറിന്റെയും പ്രവർത്തനങ്ങളാണ് അവർ പ്രവർത്തിച്ചത്. അതൊക്കെയും അല്ലാഹുവിനടുക്കൽ പ്രതിഫലം ലഭിക്കുമെന്നുള്ള മൂഢധാരണയോടുകൂടി വന്നിരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങളുമായി വന്ന ആ പ്രവർത്തകരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവർത്തനങ്ങളിലേക്ക് മുന്നിട്ടുകൊണ്ട് എന്താണ് പ്രവർത്തിക്കുന്നതെന്നാണ് പറയുന്നത്. നാം അതിനെയാക്കും, അവിടെ പ്രവർത്തനങ്ങളെയാക്കും ചിന്നിച്ചിതറിയ ധൂളികളെ പോലെയാക്കുമെന്നാണ് പറയുന്നത്. കറ്റടിച്ചുകൊണ്ട് പാറിപ്പോകുന്ന പൊടിമണൽ ശകലങ്ങളെ പോലെ, അതുപോലെ ധൂളികളായി പറന്നു പോകുന്ന ആ രൂപത്തിലുള്ള ധൂളികൾ പോലെ അത് പാറിപ്പറന്നു പോകുന്ന രൂപത്തിലായി മാറുമെന്ന് പറഞ്ഞാൽ നിഷ്ഫലമായി പോകും, ബാത്തിലായി പോകും. യാതൊരു പ്രതിഫലവും അതിന് മഹ്ശറിൽ ലഭിക്കില്ല എന്നാണ്. നോക്കൂ നിങ്ങൾ, ഈ രൂപത്തിലുള്ള കൃത്യമായ ശക്തമായ തക്കീതാണ് ഈ ഭൂമിയിൽ വെച്ചുകൊണ്ട് അവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. എന്തിനാണ് അതൊക്കെ നൽകുന്നത്? നേരായ പാതയിലേക്ക് തിരിച്ചു വരാനും അത് ഉൾക്കൊള്ളാനും അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ വചനങ്ങളാണെന്ന് പറയാതെ വയ്യ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.